നമ്മൾ ഇന്നൊരു രസം കാച്ചാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പുളി, ചെറിയ ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, 2 പഴുത്ത തക്കാളി, ഇതൊക്കെ അരച്ചെടുക്കണം. പക്ഷെ മല്ലിയില ഇടുന്നില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് വെച്ച് നമുക്കിത് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ആദ്യം ഇട്ട് കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പുതിനൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇവിടെ രസം റെഡിയായി. ഇത്രേ ഉള്ളൂ രസത്തിൻ്റെ റെസിപ്പി.